ഹലോ. അപ്പോൾ ഇതെൻ്റെ അവസാന 28ാം ഓണത്തിൻ്റെ വ്ളോഗാട്ടോ. ഇനി 28ാം ഓണം കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കില്ല. സൺഡേ ഒന്ന് രാവിലെ 28ാം ഓണത്തിന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത്. റോഡിൽ ബ്ലോക്ക് കാണുന്നുണ്ടല്ലോ. സർവീസ് റോഡ് വഴിയൊക്കെ വെട്ടിച്ചൊക്കെ കയറി എവിടെയോ കൊണ്ട് കാറിട്ടിട്ട് നടന്ന് തന്നെ കേട്ടോ അമ്പലത്തിലോട്ട് കയറിയത്. അത്ര തിരക്കാണേ. ദേ ഗോക്കപ്പനും അമ്മൂമ്മയും കൂടെ മുന്നിൽ പോകുന്നുണ്ട്. ഗോക്കപ്പൻ കാളെ കണ്ടിട്ട് ഉമ്മാമ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേ ഒരു കൊച്ചു കാളയെ തൊടാൻ പറഞ്ഞപ്പോൾ ആദ്യം അവന് പേടിയായിരുന്നേ, പിന്നെ തൊട്ടൊക്കെ നോക്കി. ഇതുപോലെ കൊച്ചു കാള, സ്വർണ്ണക്കാള, വെള്ളിക്കാള, പഞ്ചലോഹക്കാള ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആദ്യമേ അങ്ങ് കൊണ്ടുപോകും. 6-ാം തീയതിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ കാളകളെയും അഴിച്ച് തലയൊക്കെ ഇറക്കി തിരിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി കേട്ടോ. സൺഡേ പക്ഷേ അത്യാവശ്യം കാളകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ കുറേ തന്നെ കൊണ്ടുപോവുകയും ചെയ്ത്. അത് വഴിയെ ഞാൻ പുറകെ കാണിക്കാം കേട്ടോ. അങ്ങനെ അത് നട്ട വെയിലാണ് കേട്ടോ. ഗോക്കപ്പനാണെങ്കിൽ തൊപ്പിയും വെക്കൂല, കുടയും പിടിക്കാൻ സമ്മതിക്കില്ല. ഒരു പ്രത്യേക രീതിയാണ് കേട്ടോ. എന്നിട്ടെന്തേ സെക്യൂരിറ്റി പോലെ അമ്മ കുടയൊക്കെ പിടിച്ചത് പുറകെ നടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ കാലഭൈരവൻ്റെ മുന്നിലെത്തി കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ കാളയാണ്, 70 അടി മുകളിലുണ്ട്. ദേ താഴെ നിന്ന് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അത്ര തിരക്കും വെയിലും ചൂടും ഒക്കെ കേട്ടോ. ദേ ഇതാണ് പഞ്ചലോഹക്കാള കേട്ടോ. പിന്നെ കുറേ കളിപ്പാട്ടങ്ങളും കാറ്റാടി കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം ഗോകപ്പന് വാങ്ങിച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വായിൽ വെച്ച് കടിച്ച് അതിൻ്റെ കളറൊക്കെ ഉള്ളിൽ പോകുന്നൊരു ടെൻഷൻ കാരണം പിന്നെ വാങ്ങി കൊടുത്തില്ല കേട്ടോ. അതേ കണ്ടോ, കുറേ കാളകളൊക്കെ അഴിച്ച് ഇതുപോലെ കച്ചിയിലാണ് ഇതുണ്ടാക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഓച്ചിറയിലെ ചിറ കേട്ടോ. ആമ്പലാണോ താമരയാണോ എന്നറിയത്തില്ല, നിറയെ നിൽപ്പുണ്ട് കേട്ടോ. ഓച്ചിറക്കളി നടക്കുന്നത് ഈ ചിറയിലാണ്. അതിനുശേഷം ബാക്കിലൊക്കെ ഇത്രയും കാളകളുണ്ട് കേട്ടോ. കുറേ കാളകളുടെ തലയൊക്കെ അഴിച്ചു. അങ്ങനെ ചുറ്റി നടന്ന കാളകളെയൊക്കെ കണ്ട ശേഷം പോയ വഴിയിൽ കൂടി തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ നന്ദിയെ കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ. അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ് തുടരുന്നേ.